ഹായ്. അതായത് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും. നീ അത് ചെയ്താൽ നല്ലതായിരിക്കും, നീ ഇത് ചെയ്താൽ നല്ലതായിരിക്കും, നീ ആ ഭക്ഷണം കഴിച്ചാൽ മതി, നീ അവിടെ ജോലി ചെയ്താൽ മതി, അങ്ങനെ കുറേ സജഷൻസ് കൊടുക്കും. പക്ഷെ ശരിക്കും അത് ചെയ്യുന്നത് വളരെ പൊട്ടത്തരല്ലേ? കാരണം അവരുടെ ആ ഒരു ഇൻ്റലിജൻസിനെ നമ്മൾ നശിപ്പിക്കുന്നൊരു ഭാഗത്തേക്കല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം നമ്മളിപ്പോൾ പറയുകയാണ് നീ ഈ ജോലി ചെയ്താൽ മതി, അപ്പം നിൻ്റെ ഫ്യൂച്ചർ സെക്യൂർ ആയിരിക്കും, അല്ലെങ്കിൽ നീ ഇന്നൊരു പാർട്ട്ണറെ സെലക്ട് ചെയ്താൽ മതി, അങ്ങനെ കുറേ സജഷൻസ് കൊടുക്കുമ്പം അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു പ്രതീക്ഷ. ഞാൻ ഈ ആൾ പറയുന്നത് പോലെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അപ്പോഴും പ്രതീക്ഷയും വിശ്വാസമൊക്കെ ആണെങ്കിലും സ്റ്റിൽ നമ്മളുടെ ഒരു തിരിച്ചറിവിൽ നിന്നല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ നമ്മളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇത് ശരിയാവോ, ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവോ, അതോ എൻ്റെ ജീവിതം നശിച്ചു പോകുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട്. പക്ഷെ എന്താ പറയുക, ആ വ്യക്തിയിലുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളത് അങ്ങ് സെലക്ട് ചെയ്യും. അപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരെ ഓരോ കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ അവിടെ ആ വ്യക്തിയെ നമ്മൾ നശിപ്പിക്കുന്ന ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. പകരം അവർക്ക് അവരുടെ ഒരു സ്പേസ് കൊടുക്കുക, അവർ കാര്യങ്ങൾ തിരിച്ചറിയട്ടെ. നമ്മളുടെ ഉള്ളിലുള്ള അതേ ഇൻ്റലിജൻസ് തന്നെയാണല്ലോ അവരുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി എന്താണ് അവർക്ക് വേണ്ടതെന്ന് അവർ കണ്ടെത്തി പോകുന്നതിലല്ലേ അവരുടെ വളർച്ച ഉണ്ടാവുക. അപ്പോഴല്ലേ, അങ്ങനൊരു സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റുമ്പോഴല്ലേ ശരിക്കും അവിടെ ഒരു ബന്ധം ഉണ്ടാവുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ മാതാപിതാക്കൾ പലതിൻ്റെയും റെഫറൻസിൻ്റെ ബേസിൽ കുട്ടികളെ വളർത്തും. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവർക്ക് പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ഈ ഒരു റെഫറൻസിൻ്റെ ബേസിലാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം ഈ കുട്ടികൾ അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ ഒരു നാച്ചുറൽ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കുന്നതിൽ നിന്ന് അവർ അകറ്റുക ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഇൻ്റലിജൻസ് അവിടെ പതിയെ അതിൽ നിന്ന് അകന്നത് നശിച്ചു പോവും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനൊരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ വളർന്നു, അവരിന്നൊരു വയസ്സെത്തിക്കഴിഞ്ഞാൽ അവർ പക്വതയായി, 18 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പക്വതയായി എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ്. മാതാപിതാക്കളും മുതിർന്ന ആൾക്കാരും തീരുമാനിക്കണം അവർക്ക് പക്വതയായി, ഇനി അവരുടെ കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരങ്ങ് വിടും. അപ്പം അവരുടെ ഉള്ളിൽ കിടക്കുന്ന അവർ ശരിക്കും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്കാണ് നമ്മൾ കൊണ്ടുപോയി വിടുന്നത്. അവർക്ക് എന്താ വേണ്ടത്, എന്താണ് അവരുടെ ആവശ്യം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ വളർത്തിയിട്ട് പിന്നെ ഒരു പോയിന്റിൽ അവരെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫുൾ കൺഫ്യൂഷൻ ആവില്ലേ. അവർക്ക് എന്താ വേണ്ടത്, എൻ്റെ ആവശ്യം എന്താണ്, എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം, എൻ്റെ നല്ലതിന് ഞാൻ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ ഫുൾ കൺഫ്യൂഷനിലാണ്. അപ്പം അവരുടെ ആവശ്യം മനസ്സിലാക്കാത്ത രീതിയിൽ അവർ തെറ്റായ ഡിസിഷൻസ് എടുക്കും, അതിൽ സഫർ ചെയ്യും. അങ്ങനെ പിന്നെ അതുമാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, മാതാപിതാക്കൾ അല്ലെ മുതിർന്ന ആൾക്കാർ, നമ്മൾ പക്വത ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പക്വത കാണിക്കുന്നത് ഈ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നിൽക്കുമ്പോഴാണ്. അവരെന്ത് പറഞ്ഞാലും ചെയ്താലും അവരുടെ പക്വതയില്ലായ്മയിൽ നിന്നാണ് അവരുടെ പറയുന്നതും ചെയ്യുന്നതൊക്കെ. അപ്പോഴും അവരുടെ കൂട്ടത്തിൽ ആ ഒരു സമാധാനത്തിൽ ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പതിയെ തിരിച്ചറിവുണ്ടാവും. അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ, അവരുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മൾ ആ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ഇപ്പം വല്ല മയക്കുമരുന്നോ അതല്ല വേറെ എന്തെങ്കിലും ഒരു ട്രാപ്പിലോ, അല്ലെങ്കിൽ അവർ തെറ്റായ എന്തെങ്കിലും ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് അവർ നിങ്ങളോട് പറയുകയാണ് എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനൊരു തെറ്റ് പറ്റിയെന്ന് പറയുമ്പം നിങ്ങൾ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുകയും നീ എന്താ അങ്ങനെ ചെയ്തേ, നിനക്ക് എന്താ ബുദ്ധിയില്ലേ അല്ലെങ്കിൽ ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തി എൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾ തെറ്റാണ് നമ്മൾ ഓൾറെഡി കൺക്ലൂഡ് ചെയ്തിട്ട്
അവരുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അല്ലെങ്കിൽ ആ രീതിയിൽ ഒട്ടും സമാധാനപരമല്ലാത്ത രീതിയിൽ അവരെ കൂട്ടത്തിലിരിക്കാൻ റെഡിയാവാത്ത രീതിയിൽ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മളോട് എന്തെങ്കിലും തുറന്നു പറയൂ. നിങ്ങളാണ് അവിടെയെങ്കിലും നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു വ്യക്തികളോട് നിങ്ങൾ പിന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യില്ല അല്ലേ? കാരണം അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്. ഞാൻ ഇന്നൊരു കാര്യം പറയുമ്പോൾ അവരെൻ്റെ കൂടെ നിൽക്കുന്നില്ല. അങ്ങനെയാണ് നമ്മൾ പതിയെ പതിയെ അവരിൽ നിന്ന് ഹൈഡ് ചെയ്യും പലതരത്തിലുള്ള. പിന്നെ പോകുന്നത് മൊത്തം കുറേ കള്ളത്തരങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും. അവരുടെ മുന്നിൽ വേറൊരു മുഖം, നമ്മളുടെ ഉള്ളിൽ വേറൊരു മുഖമായിട്ട് അവരെ ശരിക്കും ഒരു കുറ്റവാളിയായിട്ട് മാറുക ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ അവരുടെ കൂട്ടത്തിൽ അവരെന്തായിക്കോട്ടെ, അവരുടെ പക്വതയില്ലായ്മയിൽ നിന്ന് എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒന്നുമില്ലെങ്കിലും അവർക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനുള്ളൊരു ആളായി, അതും സമാധാനപരമായി കേൾക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ തുറന്ന് പറയും. അങ്ങനെ തുറന്ന് പറയുക മാത്രമല്ല, അവർ അവിടെ ഒരു ഡിസ്കഷനിലേക്ക് പോകും. നമ്മൾ പിന്നെ അവർ ആ തെറ്റായ ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളോട് ഡിസ്കസ് ചെയ്യും. എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറയുമ്പം നമ്മളുടെ സജഷൻസ് കൂടി നമ്മളുടെ അഭിപ്രായം കൂടി അവർ ലിസൺ ചെയ്യാൻ റെഡിയാണ്. നമ്മളവരെ അടിച്ചേൽപ്പിക്കല, അവർക്കത് വേണം എന്നുള്ളൊരു ഭാഗത്ത് അവർ ലിസൺ ചെയ്യാൻ റെഡി ആകുമ്പം നമ്മൾ അവരോട് സംസാരിക്കുക. അപ്പോഴും നമ്മളൊരു സജഷൻ കൊടുക്കാതെ, അല്ലെ നമ്മളൊരു ഐഡിയ കൊടുക്കാതെ നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യാം. നമ്മളൊന്നും കൺക്ലൂഡ് ചെയ്യരുത്, അതിങ്ങനെയാണ്, അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത് നീ എന്തുകൊണ്ടാണ് ആ വഴിക്ക് പോകുന്നത്, എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തീരുമാനം എടുക്കേണ്ടി വരുന്നത് എന്നൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത് വരുമ്പം രണ്ടു പേർക്കും, അല്ലെ ആ ഒരു ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അവരുടെ വിവേകം അവിടെ ഉണരും. അവർക്കതിൻ്റെ ക്ലാരിറ്റി കിട്ടും. അങ്ങനെയാണെങ്കിൽ അവർ ആ തെറ്റായ വഴിക്ക് പോകത്തില്ലല്ലോ. അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആരും ആ തെറ്റായ വഴിക്ക് പോകത്തില്ല. കാരണം എല്ലാവർക്കും സ്വസ്ഥമായിട്ട് സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണല്ലോ. അവിടെയല്ലേ ആ ഒരു ബന്ധത്തിൻ്റെ പ്രാധാന്യവും ആ ഒരുമയൊക്കെ വരുന്ന അവിടെയാണ്. അവിടെ അല്ലാതെ ഞാൻ പക്വതയുള്ള ആളാണ്, ഞാൻ എന്നെക്കാൾ മുതിർന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വേർതിരിവ് കൊണ്ടുവന്ന് അവരെ കൂട്ടത്തിലിരിക്കാൻ റെഡിയല്ല എങ്കിൽ പിന്നെ പലതരത്തിൽ ഇപ്പം സമൂഹം ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. കുട്ടികൾ ഐസൊലേറ്റ് ചെയ്യപ്പെടും. അവർ വേറെ പലതിനെയും ആശ്രയിക്കും. അത് ഡ്രഗ്സ് ആവാം, തെറ്റായ കൂട്ടുകെട്ടുകളാവാം, അങ്ങനെ പലതും അവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള പലതിൻ്റെയും വിക്റ്റിമായിട്ട് അവർ മാറും. അപ്പോൾ എല്ലാവരും ഉള്ള ബന്ധത്തിൽ സത്യസന്ധത കൊണ്ടുവരിക. എല്ലാവരും എന്നെപ്പോലെയുള്ള ഇൻഡിവിജ്വൽ ആണെന്നുള്ള രീതിയിൽ അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കുക. ഓക്കെ.